ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 21 അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 20 അധ്യായത്തിൻ്റെ അവസാനം നമുക്കറിയാം, ഏദോം ദേശത്തോടുകൂടി ഇസ്രായേൽ ജനം പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ ഏദോം രാജാവ് അതിനവരെ സമ്മതിച്ചില്ല. സമ്മതിക്കാതെ വന്നപ്പോൾ ഏദോം ദേശം ചുറ്റി ചെങ്കടൽ വഴിയായി പോകാൻ വേണ്ടി ഇസ്രായേൽ ജനം ഹോർമലയിൽ നിന്ന്, അഹ്റോൻ അവിടെ മരിച്ചടക്കപ്പെട്ട് നമ്മൾ കണ്ടു, അവിടെ നിന്ന് അവർ യാത്ര ആരംഭിക്കുകയാണ്. ആരംഭിച്ച് അവരങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനം മോശയ്ക്കും ദൈവത്തിനും എതിരായിട്ട് പിറുപിറുക്കുകയാണ്. അഹ്റോൻ ഇപ്പോൾ ഇല്ല, അഹ്റോൻ മരിച്ചുപോയി. മോശയ്ക്കെതിരായിട്ട് പിറുപിറുക്കുക എന്നുള്ളത് ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കുകയാണ്. കാരണം മോശ പ്രതിനിധാനം ചെയ്യുന്നത് ദൈവത്തെയാണല്ലോ. അപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്ക് അഗ്നിസർപ്പത്തെ അയക്കുകയും അഗ്നിസർപ്പം ജനത്തെ കടിക്കുകയും ധാരാളം ജനം മരിച്ചു വീഴുവാൻ കാരണമായി തീരുകയും ചെയ്തു. അപ്പോൾ ഇസ്രായേൽ ജനം മോശയുടെ അടുത്ത് വന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവത്തോട് പറഞ്ഞു, ഞങ്ങളെ ശിക്ഷ നീക്കണം. മോശ ഒരു മടിയും കൂടാതെ ദൈവസന്നിധിയോടെ പ്രാർത്ഥിക്കുകയാണ്. മോശയോട് ഇതിനു മുമ്പ് ദൈവം പറഞ്ഞു, നീ കനാൻ ദേശത്ത് പ്രവേശിക്കുകയില്ല. നമ്മുടെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നിരാശ മോശയെ ബാധിക്കേണ്ടതാണ്. പക്ഷെ മോശയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദൈവപുരുഷനാണ്. അദ്ദേഹം മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുകയോ അതിൽ അദ്ദേഹം നിരാശപ്പെടുകയോ ചെയ്യുകയില്ല. കാരണം താൻ മരിച്ചാൽ ഇവിടെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ജനം വന്ന് പറയുമ്പോൾ മോശ അതേ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുന്നത്. ഈ ജനം മോശയെ ധാരാളം പള്ളികളൊക്കെ ഒരു പക്ഷേ ഇത് പറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്തൊന്നും മോശ അതിനുള്ള പ്രതികാരം അവരോട് ചെയ്യുന്നില്ല. മോശയ്ക്കെതിരായിട്ട് അവരോടെല്ലാം പിറുപിറുത്തവരാണ്. അപ്പം എന്നോട് നിങ്ങൾ മത്സരിച്ചപ്പോൾ ഓർക്കണമായിരുന്നു, അതിൻ്റെയൊക്കെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക എന്നൊരു മനോഭാവം മോശയ്ക്കില്ല. ജനത്തിൻ്റെ ഭാഗത്ത് എത്ര ബലഹീനത ഉണ്ടായാലും അതെല്ലാം ക്ഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മോശ തയ്യാറാണ്. അതാണ് ഒരു യഥാർത്ഥ പുരോഹിതൻ. മോശയ്ക്ക് ആരോടും വിരോധമോ വൈരാഗ്യമോ പകവീട്ടലോ ഒന്നുമില്ല. താൻ വിളിച്ചവൻ്റെ വിളിക്ക് യോഗ്യമായ രീതിയിൽ മോശ ദൈവസന്നിധിയിലൂടെ പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നു. ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോശയുടെ പ്രാർത്ഥനയെ കേട്ട മോശയ്ക്ക് ദൈവം ശിക്ഷ വിധിച്ചെങ്കിലും മോശയുടെ ആ മധ്യസ്ഥ ദൈവം ഇവിടെ മാനിക്കുകയാണ്. എന്നിട്ട് ദൈവം ഒരു പരിഹാരം കൊടുത്തു. അഗ്നിസർപ്പത്തിന് പകരം, അഗ്നിസർപ്പം ജനത്തെ കടിക്കുന്നെങ്കിൽ അതിന് പരിഹാരമായി പിതൃസർപ്പത്തെ പാളയനടുവിൽ നീ ഉയർത്തുക. ഏത് സർപ്പമാണോ കടിച്ചുകൊണ്ടിരിക്കുന്നത് അതേ സർപ്പത്തിൻ്റെ രൂപം തന്നെ അവിടെ ഉയർത്തുവാൻ ആവശ്യപ്പെടുകയാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, പിതൃസർപ്പം അഗ്നിസർപ്പം എല്ലാം നീങ്ങിപ്പോകട്ടെ എന്ന്. അല്ലെങ്കിൽ അഗ്നിസർപ്പം ജനത്തെ കടിക്കേണ്ടാൽ ദൈവം മനസ്സിൽ വിചാരിച്ചാൽ മതിയായിരുന്നു, അത് ഒഴിവാക്കാമായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവം അഗ്നിസർപ്പത്തെ നിലനിർത്തിക്കൊണ്ട് പിതൃസർപ്പത്തെ ഉയർത്തിക്കൊടുക്കുകയാണ് ചെയ്തത്. അഗ്നിസർപ്പത്തെ നീക്കം ചെയ്യാതെ പിതൃസർപ്പത്തെ ഉയർത്തിക്കൊടുത്തു. അഗ്നിസർപ്പം കടിച്ചുകൊണ്ടിരിക്കും. പിതൃസർപ്പത്തെ നോക്കുന്നവന് രക്ഷപ്പെടാം. നോക്കാനും നോക്കാതിരിക്കാനുമുള്ള അവകാശം കടിയേൽക്കുന്നവനുണ്ട്. ഇതാണ് ദൈവം സൃഷ്ടിയിൽ മനുഷ്യന് കൊടുത്ത ഫ്രീ വിൽ, അല്ലെങ്കിൽ നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, വിശ്വസിക്കുവാനും അവിശ്വസിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം, ഉൾക്കൊള്ളാനും പുറന്തള്ളാനുമുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് ദൈവം ഇത് രണ്ടും ഒരേ സമയത്ത് അവന് കൊടുക്കുന്നത്. ഇതെന്തിൻ്റെ സൂചനയായിരുന്നു? യോഹന്നാൻ്റെ സുവിശേഷം 3 അധ്യായം 14 വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രന് ഉയർത്തപ്പെടേണ്ടതാകുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രന് ഉയർത്തപ്പെടേണ്ടതാകുന്നു. പ്രിയമുള്ളവരെ, കാൽവറിയിൽ രക്ഷാകേന്ദ്രമായി നമ്മുടെ കർത്താവ് ഉയർത്തപ്പെടാൻ പോകുന്നതിൻ്റെ സൂചനയായി നിഴലായി പഴയ നിയമത്തിൽ ഇത് സംഭവിക്കുകയാണ്. അതുകൊണ്ടാണ് ഏത് സർപ്പം കടിക്കുന്നുവോ അതിൻ്റെ രൂപം തന്നെ അവിടെ വെച്ചു. ആ സർപ്പത്തെ നോക്കുന്നവർക്കൊക്കെ രക്ഷ പ്രാപിക്കാൻ സാധിക്കും. നോക്കാത്തവന് ആ ദംശനമേറ്റ് അവൻ മരുഭൂമിയിൽ തന്നെ അവന് മരിക്കുകയും ചെയ്യാം. രണ്ടിനുമുള്ള സാധ്യത ദൈവം ഇവിടെ നിലനിർത്തുകയാണ്. ഇന്നും അഗ്നിസർപ്പമായ പിശാച് നമ്മെ കടിച്ചുകൊണ്ടിരിക്കും. രക്ഷയായി പിതൃസർപ്പമായി യേശുക്രിസ്തു കാൽവറിയിൽ ഉയർത്തപ്പെട്ടിട്ടുണ്ട്.
ആ ക്രിസ്തുവിലേക്ക് നമ്മൾ നോക്കുമെങ്കിൽ നമുക്ക് ഈ പിശാചിൻ്റെ ആ ദംശനത്തിൽ രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ജീവിക്കുന്ന ഭൂമി പൈശാചിക പ്രലോഭനങ്ങളും പ്രകോപനങ്ങളൊക്കെ നിറഞ്ഞതാണ്. പൗലോസ്ലീഹ നേരത്തെ നമ്മൾ ചിന്തിച്ചാണ് പറഞ്ഞതുപോലെ, നന്മ ചെയ്യാൻ ഇച്ഛിച്ചാലും ഇച്ഛിക്കാതെ നന്മ ചെയ്യേണ്ട സാഹചര്യം ഈ ഭൂമിയിലുണ്ട്. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ദൈവം നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. അതുകൊണ്ട് എഫേസ്യർ 2:8 പൗലോസ്ലീഹ പറഞ്ഞു, വിശ്വാസം മൂലം, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് കൃപ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത്, വിശ്വാസം മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നിടത്താണ് രക്ഷ സാധ്യമാകുന്നത്. ഇവിടെ വിശ്വാസത്തോടുകൂടി പിതൃസർപ്പത്തെ നോക്കുന്നവനൊക്കെ രക്ഷപ്പെടാം, അല്ലാത്തവനൊക്കെ മരിക്കാം. പ്രിയമുള്ളവരെ, നമുക്കും ഇന്ന് ഈ ഒരു ബോധ്യമുണ്ടാകണം. പകുതി ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന്, പകുതി മനുഷ്യൻ്റെ ഭാഗത്തു നിന്നാണ്. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് രക്ഷയ്ക്കുള്ള മാർഗമുണ്ട്. മനുഷ്യൻ്റെ വിശ്വാസം ആ രക്ഷയ്ക്ക് മുഖാന്തരമായിട്ട് ഇവിടെ ഭവിക്കുകയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഇവിടെ എന്തിനാണ് ദൈവം ഈ സർപ്പത്തെ തന്നെ അവിടെ ഉയർത്തി കാണിച്ചത്? സർപ്പമാണല്ലോ കടിക്കുന്നത്. ആ സർപ്പത്തെ തന്നെ ഉയർത്തിയത് എന്തിനാണ്? കാരണം മനുഷ്യ ശരീരത്തിലാണ് പാപം ചെയ്തതെങ്കിൽ കർത്താവ് അതിന് പരിഹാരം കാണുന്നത് മനുഷ്യ ശരീരത്തിൽ തന്നെയാണ്. ഏദനിലെ പാപം നീങ്ങിപ്പോകട്ടെ ദൈവം ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ മനസ്സിൽ വിചാരിച്ചാലും മതിയായിരുന്ന പാപം നീങ്ങിപ്പോകുമായിരുന്നു. പക്ഷെ ദൈവം അത് ചെയ്തില്ല. മനുഷ്യ ശരീരത്തിലാണ് മനുഷ്യൻ പാപം ചെയ്തതെങ്കിൽ ദൈവം അതേ ശരീരം സ്വീകരിച്ച് അതേ ശരീരത്തിലാണ് അതിന് പരിഹാരം കാണുന്നത്. ഇതിനെപ്പറ്റി നമ്മുടെ സുറിയാനി സഭയുടെ കെംദാ നമസ്കാരത്തിൽ സന്ധ്യാപ്രാർത്ഥന പ്രകാരം ഒരു പാട്ടുണ്ട്. ആ പാട്ടിതാണ്, നാഥൻ മൃതരിടയിലുറപ്പിച്ചാദത്തെ ഖേദിക്കേണ്ട നിൻപാപത്തെയോർത്തിനിയും നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനാൽ കയ്പും കുടിച്ചേ ഞാൻ, നഗ്നതയാൽ നീലകൾ ചാർത്തി നഗ്നതയോടെന്നെ അവർ തൂക്കി, ഞാൻ ചീന്തിയ രക്തത്താൽ പോയി കോപം താതൻ്റെ. കാൽവറിയിൽ മരിച്ചവനായ കർത്താവ് ഉടനെ പാതാളത്തിലേക്ക് പോയതായി 1 പത്രോസ് 2:3 വാക്യത്തിലൊക്കെ നമ്മൾ വായിച്ചതാണല്ലോ, നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ചെന്ന് ആദമിനെ മരിച്ചവരുടെ ആ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് കർത്താവ് അവനോട് പറയുന്നു, നീ ചെയ്ത കുറ്റത്തെ ഓർത്ത് നീ ദുഃഖിക്കണം. നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനാൽ കയ്പ് കുടിച്ചേ ഞാൻ, നഗ്നതയോടെ നീ ഇലകൾ ചാർത്തി നഗ്നതയോടെ എന്നെ അവർ തൂക്കി, ഞാനിന്ന് ചീന്തിയ രക്തത്താൽ പിതാവിൻ്റെ കോപം നീക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മനുഷ്യ ശരീരത്തിലാണ് മനുഷ്യൻ പാപം ചെയ്തതെങ്കിൽ ദൈവം അതിന് പരിഹാരം കാണുന്നത് മനുഷ്യ ശരീരത്തിൽ തന്നെയാണ്. പലരും നമ്മളോട് ചോദിക്കാറില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ ക്രൂശിനെ നിങ്ങൾ ആദരിക്കുന്നത്? യേശുവിനെ കത്തി കൊണ്ട് കുത്തിക്കൊന്നിരുന്നെങ്കിൽ ആ കത്തിയെ നിങ്ങൾ ആദരിക്കുമായിരുന്നു. യേശുവിനെ തോക്കുകൊണ്ട് വെടിവെച്ച് കൊന്നിരുന്നെങ്കിൽ തോക്കിനെ നിങ്ങൾ ആദരിക്കുമായിരുന്നു. യേശു കട്ടിലിൽ കിടന്നാണ് മരിച്ചതെങ്കിൽ കട്ടിലിൻ്റെ രൂപം നിങ്ങൾ നിങ്ങളുടെ കഴുത്തിൽ കെട്ടിവെക്കുമായിരുന്നു. ഒന്നുമില്ല. കാരണം യേശുവിന് മരത്തിൽ മാത്രമേ മരിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം മനുഷ്യന് വൃക്ഷഫലം തിന്നാണ് പാപം ചെയ്തതെങ്കിൽ ദൈവം അതിന് പരിഹാരം കാണുന്ന വൃക്ഷത്തിൽ തന്നെയാണ്. അപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, മനുഷ്യൻ പാപം ചെയ്ത് മനുഷ്യ ശരീരത്തിലാണെങ്കിൽ അതിന് പരിഹാരം മനുഷ്യ ശരീരത്തിലാണ്. അതിനാണ് ദൈവം വന്ന് മനുഷ്യ ശരീരം സ്വീകരിച്ചത്. മനുഷ്യൻ പാപം ചെയ്ത് വൃക്ഷഫലം തിന്നാണെങ്കിൽ ദൈവം അതിന് പരിഹാരം കാണുന്ന വൃക്ഷത്തിൽ തന്നെയാണ്. അതുകൊണ്ട് യേശുവിന് ക്രൂശിൽ മാത്രമേ മരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ പിത്തളസർപ്പം, അതായത് അഗ്നിസർപ്പം ജനത്തെ കടിച്ചപ്പോൾ പിത്തളസർപ്പത്തെ ഉയർത്തുവാൻ ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇന്നും പാപമാകുന്ന പിശാചാകുന്ന അഗ്നിസർപ്പം നമ്മളെ കടിച്ചുകൊണ്ടിരിക്കും. പൈശാചികമായ പാപം ചെയ്യാൻ നമ്മളെ പ്രലോഭിപ്പിക്കും. എന്നാൽ പിത്തളസർപ്പമായ ക്രിസ്തുവിൽ നാം വിശ്വാസത്തോടെ നോക്കുന്നെങ്കിൽ ഈ അഗ്നിസർപ്പത്തിൽ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും.
മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമുക്കറിയാം പ്രായമുള്ളവർക്ക് മാത്രമേ വിശ്വാസത്തോട് നോക്കാൻ സാധിക്കത്തുള്ളൂ. അവരുടെ ഇടയിൽ കൊച്ചുകുട്ടികളുണ്ട്, ഗർഭസ്ഥ ശിശുക്കൾ വരെയുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? മാതാപിതാക്കളുടെ വിശ്വാസത്താലാണ്. ആ കുട്ടികളെ ഇങ്ങനെ പിതൃസർപ്പത്തേക്ക് എടുത്ത് ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് മാതാപിതാക്കൾ അതിനെ നോക്കി വിശ്വാസത്തോടെ അവർ ഏറ്റുപറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയാണ് കുട്ടികൾ എന്ന് രക്ഷപ്പെട്ടത്. പുതിയ നിയമത്തിലും ക്രൈസ്തവൻ്റെ കുഞ്ഞുങ്ങൾക്ക് ശൈശവ പ്രായത്തിലെ സ്ഥാനം നൽകുവാനും അവരെ ദേവാലയത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നത് കൊണ്ടാണ്. മാതാപിതാക്കളുടെ വിശ്വാസത്തിൽ അവർ വളർത്തപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ സത്യങ്ങളൊക്കെ ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് ഇത് സാധിക്കട്ടെ. അതിനുശേഷം നമ്മൾ മുന്നോട്ട് 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ മോവാബ്യരെ, അമ്മോന്യരെ ആ ദേശത്തോടൊക്കെ ഇസ്രായേൽ ജനം കടന്നു പോവുകയും അവരൊക്കെ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുകയും ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും ദൈവത്തോട് അവർ മറുതലിക്കുമെങ്കിലും, അവർ പിറുപിറുക്കുമെങ്കിലും, ശിക്ഷിക്കപ്പെടുമെങ്കിലും ദൈവം അവരെ സംരക്ഷിക്കും. കാരണം ദൈവത്താൽ വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു ജനസമൂഹമാണത്. അവരെ നിലനിൽക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം അവരെ സംരക്ഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഭൂമി മാനുഷിക ബലഹീനതയാലും സാഹചര്യ സമ്മർദ്ദങ്ങളാലും പൈശാചിക പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും ഒക്കെ വിധേയപ്പെട്ട് പാപം ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിലും അനുദപിക്കാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ ദൈവം നമ്മെ രക്ഷിക്കുമെന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുക. ഇന്നത്തെ ഈ 21-ാം അധ്യായത്തിലെ ഈ പിതൃസർപ്പത്തിൻ്റെ ഈ അഗ്നിസർപ്പവും പിതൃസർപ്പവും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുവാനും അതനുസരിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും നമുക്കിടയാകട്ടെ. സർവശക്തനായ ദൈവം അതിനെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.